എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു അടിപൊളി പൗഡർ രൂപത്തിലുള്ള ഒരു ഫെർട്ടിലൈസറാണ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ ബഡ് റോസുകൾക്ക് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. നല്ല പോലെ ഇല കാണാതെ കട്ട കുത്തിപ്പൂക്കൾ ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണണം. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം പ്രധാനമായിട്ടും നമ്മൾ നേഴ്സറി റോസുകൾക്കാണ് ഒരുപാട് പരിചരണം ആവശ്യമല്ലേ. നമ്മുടെ നാടൻ റോസുകൾക്കൊന്നും അത്രയും പരിചരണം ആവശ്യമില്ല. എങ്കിൽ പോലും നാടൻ റോസുകൾക്ക് നമ്മൾ നല്ല വളം കൊടുക്കണേ. എന്നാൽ മാത്രമേ നല്ലവണ്ണം കട്ട കുത്തി പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബഡ് റോസുകൾക്ക് നല്ലവണ്ണം വളം കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു സമയത്ത് നല്ല വളങ്ങൾ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. എന്നാൽ മാത്രമേ നമ്മൾ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞ് കട്ട് ചെയ്ത് വിടുമ്പോൾ അതിൽ നിന്നും പുതിയ തളിർപ്പുകളും പുതിയ പൂമുട്ടുകളും ഒക്കെ വന്ന് നിറയത്തുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ കൊടുക്കുന്നത് ഈ റോസയ്ക്കാണ് വളം കൊടുക്കുന്നത് കേട്ടോ. നല്ല മനോഹരമായൊരു നല്ലൊരു കളറുള്ള റോസയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ നല്ലൊരു ഇത് പനിനീർ റോസ് അങ്ങനൊന്നുമല്ല. ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ബഡ് റോസ് ആണ് കേട്ടോ. ഇത് ബാംഗ്ലൂർ ബഡ് റോസ് ആണ്. അപ്പോൾ നല്ല റിസൾട്ടാണ്. നമ്മുടെ വീട്ടിലൊക്കെ ബാംഗ്ലൂർ ബഡ് റോസ് പിടിക്കാൻ കുറച്ച് പാടല്ലേ. അപ്പം നല്ല പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂർ ബഡ് റോസിന് നല്ല വണ്ണം നല്ല വലിയ പൂക്കളും നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളും ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തേക്കുന്നത് മുട്ടത്തോടാണ്. മുട്ടത്തോട് കൊടുത്ത് ചെടികളിൽ ഇട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം വളരെയധികം പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇത് മുട്ടത്തോട് മാത്രമല്ല ഞാൻ കൊടുക്കുന്നത്, വേറെ കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനെ സ്കിപ്പ് ചെയ്യാൻ്റെ കാരണം മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പലർക്കും അറിയത്തില്ലല്ലേ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ്, മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുണ്ട്. 97% കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോടിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുമ്മായപ്പൊടിയിലും അടങ്ങിയിരിക്കുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാനായിട്ട് സഹായിക്കും. നല്ലൊരു വളക്കൂറുള്ള മണ്ണായിട്ട് നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കുമ്മായം പൊടി മണ്ണിൽ ചേർക്കുന്ന പോലെ തന്നെ നമുക്ക് മുട്ടത്തോട് പൊടിച്ചത് പോട്ടി മിക്സിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുട്ടത്തോടിൽ ധാരാളം മഗ്നീഷ്യവും ഫോസ്ഫറസും സോഡിയവും പൊട്ടാസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാവാനായിട്ടും അതുപോലെ കാൽസ്യം ഒരുപാട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ, ഇല മഞ്ഞളിപ്പും ഇല മുരടിപ്പും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനായിട്ടും ഒരുപാട് സഹായിക്കുന്ന മുട്ടത്തോട്. അതുപോലെ തന്നെ ഒച്ചുകളുടെ ശല്യവും വണ്ടുകളുടെ ശല്യവും ഒക്കെ മാറിക്കിട്ടാനായിട്ട് മുട്ടത്തോട് പൊടിച്ചത് നമ്മുടെ ചെടികളുടെ പുറത്ത് വിതറി കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം മാറിക്കിട്ടും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കുന്നത് ഉള്ളിത്തൊലിയും സവോളത്തൊലിയുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സവോളയുടെ തൊലിയൊക്കെ ഒരുപാട് നല്ലതാണ് ചെടികൾ പൂക്കാനായിട്ട്. അപ്പം നമുക്കിത് കുറച്ച് ശേഖരിച്ച് വെച്ചിട്ട് നമുക്കിത് മിക്സിയിൽ നല്ലപോലെ പൊടിച്ചെടുക്കാം. നിങ്ങൾ മുട്ടത്തോട് എടുക്കുമ്പോഴത്തേന് ഒന്നെങ്കിൽ നല്ലപോലെ ഉണക്കിയെടുക്കുക മുട്ടത്തോട്, ഇല്ലെങ്കിൽ പൊടിച്ചതിന് ശേഷം ഉണക്കുക. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത് മസ്റ്റാണ്. അപ്പം ഞാൻ മുട്ടത്തോട് കുറേ ശേഖരിച്ചിട്ട് നന്നായിട്ട് ഉണക്കി വെച്ചതായിരുന്നേ. എന്നിട്ട് ഈ ഒരു സവോളത്തൊലി ഉള്ളിത്തൊലിയൊക്കെ അത്യാവശ്യം ഉണങ്ങിയതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഈ മുട്ടത്തോടിനൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനകത്ത് വലിയ കഷ്ണങ്ങൾ പീസുകളൊക്കെ കമ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റണേ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്കൊന്ന് നല്ലപോലെ വെള്ളം, അതായത് നല്ലപോലെ ഇതിനകത്ത് വെള്ളമയമൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഒറ്റ വെയിൽ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് കുപ്പിയിൽ ഒരു വെള്ളമയമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം, കാറ്റ് കയറാതെ. എന്നിട്ട് നമുക്ക് കുറേശ്ശെ എടുത്ത് നമുക്ക് ഇതുപോലെ വെള്ളം ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ കൂടെ വേറെ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് ഇപ്പം ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടെ അന്നേരം തന്നെ നമുക്ക് ഉപയോഗിച്ചിട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ മുട്ടത്തോട് ശേഖരിച്ച് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേണമെങ്കിൽ ഇതുപോലെ വിതറിയിട്ടിട്ട്, ഇത് അത്യാവശ്യം എൻ്റെ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ ഉണക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ പേപ്പറിലിട്ട് ഇതുപോലെ ഇങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നത്. എന്നിട്ട് ഒരു വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഇപ്പം വെയിൽ കുറവാണ്, അപ്പം വെയിൽ വരുമ്പോഴത്തേന് ഞാനത് ഉണക്കിയെടുക്കും. അതിന് മുമ്പായിട്ട് നമുക്കിത് ചെടികൾക്ക് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ ചേർത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ലതായിട്ട് ഉണക്കിയിട്ട് ഒന്നെങ്കിൽ പൊടിച്ചിട്ട് ഉണക്കുക, ഇല്ലെങ്കിൽ അതിന് മുമ്പ് മുട്ടത്തോട് ഉണക്കിയിട്ട് പൊടിക്കുക. എന്നിട്ട് ഇത് ഈ ഒരു സവോളത്തൊലി ഉള്ളിത്തൊലിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മളൊരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ കാറ്റ് കയറാത്തതും അടച്ച് സൂക്ഷിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു ചെടിക്കാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് നല്ലൊരു ബാംഗ്ലൂർ ബഡ് റോസ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല വലിയ പൂക്കളും ഇതിലൊരുപാട് പൂക്കൾ തന്നതാണ്. കഴിഞ്ഞിടയ്ക്ക് ഞാനിത് പ്രൂൺ ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. അതിന് ശേഷമുള്ള പൂക്കളാണ്. ഇത് 2-3 പ്രാവശ്യം 2-3 പ്രാവശ്യം അല്ലെങ്കിൽ 4-5 പ്രാവശ്യത്തോളം പൂക്കൾ തന്നതാണ്. അപ്പം ഞാൻ കട്ട് ചെയ്ത് വിടും, എന്നിട്ട് വളം കൊടുക്കും. ഇങ്ങനെ പൂക്കൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം ബാംഗ്ലൂർ ബഡ് റോസ് മിക്കപ്പോഴും നമ്മുടെ വീടുകളിൽ പിടിക്കാറില്ല. നല്ലപോലെ പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം പൂക്കൾ തരുന്ന ഒരു റോസാണ് ബാംഗ്ലൂർ ബഡ് റോസ്. നല്ലപോലെ നമ്മൾ കെയർ ചെയ്യണമെന്ന് മാത്രം
മാത്രം യഥാസമയത്ത് അതിനുള്ള വളങ്ങളും പെസ്റ്റിസൈഡും ഒക്കെ അടിച്ചു കൊടുക്കണം. നമ്മുടെ വീട്ടിലുള്ള ജൈവ കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഇല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എന്തെങ്കിലും കീടനാശിനികളൊക്കെ ഒട്ടും നന്നാകുന്നില്ലെങ്കിൽ അതൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. കൂടുതലും നല്ലത് ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ്. ഞാൻ എക്സോഡസ് ആണ് കൊടുക്കാറ് കേട്ടോ. അത് നല്ലൊരു ജൈവ കീടനാശിനിയാണ് എക്സോഡസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാണ് ഞാൻ കൊടുക്കാറ്. അപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു കൈപിടി എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു 2 സ്പൂണോളം നമ്മുടെ വേപ്പിൻ പിണ്ണാക്കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ റോസയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് ചൂടൊന്ന് നന്നായിട്ട് ഇളക്കണം. അതുപോലെ തന്നെ മുമ്പേ ഞാൻ ഇതിൻ്റെ കാടൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വെച്ച അതിൻ്റെ ചുവട്ടിലുള്ള കാടും കാര്യങ്ങളും ഒക്കെ പുല്ലുകളൊക്കെ പറിച്ച് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കാൻ. അതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. കാരണം മണ്ണുറച്ചിരിക്കുകയാണെങ്കിൽ നല്ലപോലെ നനച്ച് കൊടുത്തിട്ട് മാത്രമേ മണ്ണിളക്കി കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ റോസയുടെ വേരിലൊക്കെ കേടുപറ്റും പെട്ടെന്ന് കുത്തി ഇളക്കുമ്പോഴത്തേനും. അപ്പം ഞാൻ നേരത്തെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി മണ്ണൊക്കെ ഒന്ന് കുതിർത്ത് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഏകദേശം ഒരു കൈ നിറച്ചുണ്ടായിരുന്നു. അപ്പം വലിയ ചട്ടിയായിട്ട് ഒരു കൈ നിറച്ചിട്ട് കൊടുക്കാം. ചെറിയ ചട്ടിയാണെങ്കിൽ ഒരു 2-2.5 ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇത് നല്ല ചുറ്റും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് വെക്കാം. നല്ലപോലെ കട്ടകുത്തി പൂക്കൾ ഉണ്ടാകുന്നുള്ള ഒരു ഉറപ്പാണ്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പൗഡർ രൂപത്തിലുള്ളൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വെള്ളം നനച്ചിട്ട് നമുക്ക് വെയിലത്തോട്ട് വെക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.